അതിക്രമം കാട്ടിയ ഉന്നതർ ആരൊക്കെയാണ്? അവരിലേക്ക് കൃത്യമായ തെളിവുകൾ, ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ, അതോടൊപ്പം വാട്സാപ്പ് മെസ്സേജുകൾ, സെക്ഷൽ ഫേവേഴ്സ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങളടക്കം തെളിവുകളായി മുന്നിലുണ്ട്. ഇനി ആക്ട് ചെയ്യേണ്ടത് സർക്കാരാണ്. റിപ്പോർട്ട് പുറത്തുവരുന്നതിലെ തടസ്സങ്ങൾ നീങ്ങി ആ റിപ്പോർട്ട് പൂർണ്ണമായും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സിനിമയിലെ അഭിനേതാക്കൾ നേതൃത്വം നൽകുന്ന സംഘടനകൾ, ആ സംഘടനകൾക്കുള്ള അലിഖിത നിയമങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുന്നത്, എങ്ങനെയാണ് ഉന്നതങ്ങളിലേക്ക് കയറ്റിവിടുന്നത്, അതിനൊക്കെയുള്ള ഒരേ ഒരു ടേം എന്ന് പറയുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റായി മാറുന്നത് എങ്ങനെയാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാണുന്നതൊന്നും വിശ്വസിക്കാനാകുന്നില്ല എന്ന് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിലാണ്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ അവരെ നിർബന്ധിക്കുന്നു. വിട്ടുവീഴ്ച ചെയ്യുന്നവർ അറിയപ്പെടുന്നത് കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്നാണ്. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നുമൊക്കെ ഒഴുകുകയാണ്. പല ചർച്ചകളും നടക്കുന്നത് ഈ മദ്യത്തിൻ്റെയും ലഹരിമരുന്നിൻ്റെയും ഒക്കെ പുറത്താണ്. വൾഗറായുള്ള ലാംഗ്വേജ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നടിമാരെ അടക്കം അഭിസംബോധന ചെയ്യുന്നത്. അശ്ലീലം പറയരുത് എന്ന ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഈ മൊഴി കൊടുത്ത സ്ത്രീകൾ ആവശ്യപ്പെടുകയാണ്. വിട്ടുവീഴ്ചകൾ ചെയ്യണം, എന്നാലേ തുടരാൻ കഴിയൂവെന്ന് അവരോട് ആവശ്യപ്പെട്ടു എന്ന് ഒട്ടുമിക്ക ആളുകളും മൊഴി നൽകിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. വ്യാപക ചൂഷണമാണ് നടക്കുന്നത് എന്നത് വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഉണ്ണി ബാലകൃഷ്ണൻ, പോലീസിനെ സമീപിക്കാതെ ഇരിക്കുന്നത് അത് പരാതി ഇല്ലാഞ്ഞിട്ടോ പരാതിപ്പെടേണ്ട സാഹചര്യം അനുഭവിക്കേണ്ടി വരാതിരുന്നിട്ടോ അല്ല, മറിച്ച് താനും തൻ്റെ കുടുംബത്തിലുള്ളവരും ആക്രമിക്കപ്പെടും, ജീവഭയം, അതൊന്നുകൊണ്ട് മാത്രം പോലീസിനും കോടതിക്ക് മുന്നിലേക്ക് വരാതെ നിൽക്കുന്നവർക്കൊരു സഹായഹസ്തം നീട്ടേണ്ടത് അത് സർക്കാരല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണത്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നത് സംബന്ധിച്ച് പല വിറ്റ്നസസും അവരുടെ മൊഴികൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ വലിയ ഭീഷണിയാണ്. ആ ഭീഷണി എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ആ വ്യക്തിയുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെ പോലും അപകടത്തിൽപ്പെടുത്തുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയാണ്. ഈ മാഫിയയ്ക്ക് അതൊക്കെ കഴിയും. നമ്മൾ നോക്കൂ, വളരെ തിരക്കുള്ള കേരളത്തിലെ ഒരു റോഡിൽ വെച്ചിട്ടാണ് വളരെ പ്രശസ്തയായ ഒരു നടി റേപ്പ് ചെയ്യപ്പെട്ടത്. ഒരു കാറിൽ, ഒരു എന്താ പറയുക, ഏറ്റവും തിരക്കുള്ള റോഡ്, ഏറ്റവും തിരക്കുള്ള ട്രാഫിക്കുള്ള സമയം, ആ സമയത്താണ് വളരെ പ്രശസ്തയായ ഒരു നടി കേരളത്തിൽ ഒരു ക്രിമിനൽ ഡ്രൈവറാൽ റേപ്പ് ചെയ്യപ്പെട്ടത്. അതൊരു ചെറിയ സംഭവമാണോ? ഈ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവല്ലേ? കേരളമെന്ന് മാത്രമല്ല, രാജ്യത്തെ ഫിലിം ഇൻഡസ്ട്രി ഞെട്ടിപ്പോയൊരു സംഭവമാണ്. ഒരു നടിയെ ഒരു ഡ്രൈവർ കാറിൽ കയറ്റിക്കൊണ്ടുപോയി തിരക്കേറിയ ഒരു നഗരത്തിൽ വെച്ച് റേപ്പ് ചെയ്തത് കേരളത്തിലല്ലേ? അതൊരു സിനിമാ നടിക്ക് സംഭവിച്ച, ഏറ്റവും ടോപ്പായ ഒരു സിനിമാ ആക്ട്രസിന് സംഭവിച്ച ദുരനുഭവമല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടൊരു നടൻ 8ാം പ്രതിയായിട്ട് 80 ദിവസം ജയിലിൽ കിടന്നില്ലേ കേരളത്തിൽ? എന്നിട്ട് അദ്ദേഹം ഇപ്പോഴും സിനിമാ നിർമ്മാതാവായും സിനിമാ നടനായും കേരളത്തിൽ നിലനിൽക്കുന്നില്ലേ? ആ കേസിലെ വിധി വന്നിട്ടില്ല എങ്കിൽ കൂടിയും ഈ ഒരാണാണ്, ഒരു മെയിൽ ആക്ടറാണ് ഈ പറയുന്ന വീണ്ടും തുടർന്ന് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതെന്ന് ആലോചിക്കണം. പക്ഷെ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്താ? അതാണ് നേരത്തെ പറഞ്ഞത് സുജയ, അവർക്ക് ജീവൽ ഭയമുണ്ടാകുന്നു, അത് ശരിയാണ്. രണ്ടാമത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പബ്ലിക് ഹറാസ്മെൻറ്റ്, ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനെ വെച്ച് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുടനീളം വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യമാക്കി തീർക്കുന്നു എന്നുള്ളത്. മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കുമല്ലോ, നന്നായി പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് പാടുക എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. സിനിമയിലൊക്കെ പാടാൻ ആളുകൾ ശ്രമിക്കാറില്ലേ? ചിത്രം വരയ്ക്കുന്നവർ ചിത്രം വരച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് അഭിനയം നിങ്ങളുടെ ഒരു പ്രതിഭയുടെ പ്രകാശനമാണ്. ആ പ്രതിഭയുടെ പ്രകാശനം നിർവഹിക്കാൻ നിങ്ങളൊരു ശ്രമം നടത്തുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ അവസ്ഥയില്ലാതാക്കി തീർക്കുന്ന രീതിയിലുള്ള ഉച്ചാടനം തന്നെ നടത്തിക്കളയുന്ന ഒരു മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് അങ്ങനെ കൈയും കെട്ടിയിരിക്കാനൊന്നും കഴിയില്ല. ഈ കാര്യത്തിൽ ഇനി സർക്കാരിന് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. അത്ര വലിയ വെളിപ്പെടുത്തലുകളാണ് ആളുകൾ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾ തന്നെ വന്ന് നേരിട്ട് മൊഴി കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകൾ, തെളിവുകൾ കൂടി ഹാജരാക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ ഈ തെളിവുകളുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. ഒരു പക്ഷേ അവർ പരാതി ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പരാതിയില്ലെങ്കിൽ കേസെടുക്കാൻ കഴിയില്ല. ഇപ്പം ഞാനൊരു വിഷയം വന്ന് ഈ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ തെളിവുകളൊക്കെ ഞാൻ ഹാജരാക്കിയിട്ട് ഇതൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാനിത് തെളിവുകൾ തരുന്നു. പക്ഷേ തൽക്കാലം എനിക്ക് ഈ കാര്യങ്ങളിനകത്ത് ഈ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഈ വ്യക്തികൾ
നിങ്ങൾക്കെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുവമോട്ടോ കേസെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പക്ഷേ ചെയ്യാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതാണിന്ന് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ കാസ്റ്റിംഗ് കൗച്ച്, നോക്കിംഗ് ഓൺ ദി ഡോറ്, അതുകൂടാതെ ഈ പറയുന്ന ഭീഷണി, പബ്ലിക്കായിട്ട് അപഹസിക്കുക, മോശമാക്കുക, ഈ രീതിയിലെല്ലാം ഒരു വലിയ മാഫിയ ഈ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 4 മാസത്തെ ഫിലിം ഇൻഡസ്ട്രിയുടെ കണക്കെടുത്താൽ ഏതാണ്ട് 1000 കോടി രൂപ വരുമാനമാണ് ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കിയിരിക്കുന്നത്. 3 സിനിമകൾ 500 കോടിയോളം രൂപ സമാഹരിച്ചിരിക്കുന്നു. ആവേശം എന്ന സിനിമ, ആടുജീവിതം എന്ന സിനിമ, ഈ പ്രേമലു എന്ന സിനിമ, ഇതെല്ലാം കൂടി ചേർന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ, ഈ 4 സിനിമകൾ ചേർന്ന് 500-600 കോടി രൂപയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് 4 മാസം കൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രി 1000 കോടിയുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുന്നത്. അതൊരു വലിയ വ്യവസായമല്ലേ? ആ വ്യവസായത്തെ നിലനിർത്തുന്ന ആരാണ്? നമ്മളെപ്പോലുള്ള പ്രേക്ഷകരാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ടിക്കറ്റാണ് ഈ വ്യവസായത്തെ നിലനിർത്തുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യർ നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ ആളുകളും കൂടി ചേർന്ന് ഒരു കലാമേഖലയെ പിന്തുണയ്ക്കുകയും നിങ്ങളുടെ സമ്പാദ്യത്തിലൊരു തുക നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ കൂടിയും ചെലവഴിക്കുകയും അങ്ങനെ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുകയും ആ ഇൻഡസ്ട്രിയെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ളവർ തങ്ങളുടെ താരമൂല്യം വെച്ചുകൊണ്ട്, ആ ഇൻഡസ്ട്രിയിലെ തങ്ങളുടെ കരുത്ത് വെച്ചുകൊണ്ട്, തങ്ങളുടെ ജനപിന്തുണ വെച്ചുകൊണ്ട് ആരെയും എങ്ങനെയും എന്തും ചെയ്തു കളയാമെന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ബാധ്യത ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? അതുകൊണ്ടൊരു കോൺക്ലേവ് നടത്തി ഈ പറയുന്ന ഒരു ഉത്ബോധന പ്രക്രിയ എന്ന് നമ്മൾ പറയില്ലേ, ഒരു പ്രബോധനം നടത്തി നിങ്ങളെല്ലാവരും നന്നായി പെരുമാറണം, നിങ്ങളെല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണം, നിങ്ങൾ മോശപ്പെട്ട പ്രവൃത്തികൾ ചെയ്യരുത്, നിങ്ങളെല്ലായിടത്തും ടോയ്ലറ്റ് ഉണ്ടാക്കൂ, നിങ്ങൾ ശുചിമുറികൾ ഉണ്ടാക്കൂ, നിങ്ങൾ കാരവൻ പ്രൊവൈഡ് ചെയ്യൂ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അല്ല ഇത്. ഇതിനകത്ത് നിയമനിർമ്മാണം വേണം, നിയമ നടപടികൾ വേണം. ഇനി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ട് എങ്കിൽ അയൺ ഹാൻഡ് കൊണ്ട് നേരിടുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ. വളരെ ശക്തമായി തന്നെ ഈ കാര്യങ്ങളിൽ സർക്കാർ സംവിധാനം ഇടപെട്ടുകൊണ്ട് ഇതൊരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഏറ്റവും അപകടകരമായി കാണുന്ന 2